അമ്മായി, ദാ ഹരിയേട്ടൻ വന്നു. എന്താ വന്നിപ്പി തന്നെ നിൽക്കുന്നേ? കേറി വാ ഹരിയേട്ടാ. ഹരിയേട്ടാ, ചായ. ടപ്പേന്നങ്ങ് കുടിച്ചോ, ക്ഷീണം മാറട്ടെ. മതിയോ? ഒരു കപ്പും കൂടി തരട്ടെ? മതി മതി. നമുക്ക് വീട്ടിലേക്ക് പോവാം ഹരി. ഇവിടെ എന്തേ നടക്കുന്നത്? ആരെങ്കിലും എന്നോടൊന്ന് തെളിച്ച് പറയോ? ഞാൻ പറയാം. നിനക്കറിയാമല്ലോ, ഞാൻ നിന്റെ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് 6 ലക്ഷം രൂപ ഹൗസ് ലോൺ എടുത്തത്. അതിപ്പോൾ പലിശയും കൂട്ടുപലിശയൊക്കെ ചേർത്ത് 10 ലക്ഷത്തോളമായി. നിന്റെ ആ കൂട്ടുകാരുണ്ടല്ലോ കുരുടി, അവൻ പറഞ്ഞതുകൊണ്ടാണ് നീ മാനേജറായ ശേഷം ഞാൻ പൈസ അടക്കാഞ്ഞത്. കുരുടിയോ? ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു അമ്മാവ. ഇപ്പം അറിഞ്ഞല്ലോ. അമ്മാവൻ വിഷമിക്കണ്ട, വേണ്ടത് ഞാൻ ചെയ്തോളാം. ഞാൻ അന്നേ പറഞ്ഞില്ലേ സുമതി, അവനൊന്നും അറിഞ്ഞു കാണില്ലെന്ന്. അതെ അതെ അതെ. ആ ലോൺ എഴുതി തള്ളും അല്ലേ മോനെ? എടി, ഇന്നലെ ആ ലോൺ അവനെ എഴുതി തള്ളാമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അവിടം വരെ പോയി ഒന്ന് കൺഫേം ചെയ്യണ്ടേ? പക്ഷെ അതിനെന്തിനാ ഞാൻ? ഓ അതോ, അച്ഛൻ വെറുതെ 100 രൂപ ഓട്ടോറിക്ഷക്കാരന് കൊടുക്കൂ. എല്ലാം നിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാ. നീയും അവൻ്റെ ഓഫീസും പരിസരമൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പം മനസ്സിലായോ? ഇവിടെ 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 എത്രയായി? 100. ആ മോളെ, നീ ഭാഗ്യവതിയാ. മാനേജറില്ലേ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അയ്യോ, ഞാൻ മാനേജറിൻ്റെ അമ്മാവനാ. എനിക്കെന്തിനാ അപ്പോയിൻമെൻറ്റ്? സാറ് വരാൻ 12 മണിയാവും. വെയിറ്റ് ചെയ്യാം. ഓ വെയിറ്റ് ചെയ്യാം. വാ. സാറ് വന്നിട്ടുണ്ട്. ഓ മോനെ ലാലു, ഒരുപാട് നേരമായി മോനെ ഞങ്ങൾ കാത്തിരിക്കുന്നത്. സോറി അമ്മാവ, എൻ്റെ ഫ്ലൈറ്റ് ഇത് ലേറ്റായി. അമ്മാനകത്തേക്ക് ഇരിക്കും. 8ാം ക്ലാസ് തോറ്റ IAS എഴുതാൻ പറ്റില്ലെന്ന് മമ്മി പറഞ്ഞു. പിന്നെ നിനക്ക് വേണ്ടത് ഒരു ഉദ്യോഗസ്ഥനായ ഭർത്താവായതുകൊണ്ട് ഞാൻ ഈ കമ്പനിയിൽ കുറച്ച് ഷെയർ അങ്ങ് മേടിച്ചു. ഇപ്പോൾ എനിക്ക് 3 ലക്ഷത്തിലേറെ മാസ വരുമാനം വരും. ഇനി തമിഴ് സിനിമയിലെ പോലെ നായികയ്ക്ക് ഗുണ്ടയായ നായകനെ സ്നേഹിക്കാമല്ലോ അല്ലേ? ഇന്ന് ബാങ്കിലായിരുന്നു ബാൻഡും മേളമെങ്കിൽ എൻ്റെ ഉത്തരം അന്നത്തെ പോലെ ആവില്ലായിരുന്നു. ഒന്ന് നിർത്തോ? എന്തു പറ്റിയടാ? നിനക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല? ഒന്നുമില്ല. നീ പാട്ട് വെച്ചോ. നീ പോയി ഒരു ബൊക്കെ മേടിച്ചിട്ട് വാ. നമുക്ക് എന്തിനാ ബൊക്ക? നീ പോയി വാങ്ങ്, ഒരാൾക്ക് കൊടുക്കാനാ. എനിക്ക് പറയാൻ വയ്യ, വേണമെങ്കിൽ നീ തന്നെ പോയി വാങ്ങിച്ചോ. ഒന്ന് ചെല്ലടാ, നീ വാങ്ങിട്ട് വാ. എന്തിനാടാ ചെക്ക? നീ ഒന്ന് പോയിട്ട് വാ.
പോട്ടെ. എന്നെ ഒരു കട്ടുറുമ്പായിട്ടാണല്ലേ കാണുന്നത്? എന്താടി? കാശ് എടുത്തിട്ടില്ല. ബൈ, ഒരു മിനിറ്റ്. കാശ് നീ കേറിക്കോ. തുറക്കണോ? നോക്കിക്കോ പന്നി. ആയിരം വർഷം ജീവിക്കാൻ വരം വാങ്ങിയ വ്യക്തിയൊന്നുമായിരുന്നില്ല കുരുടി. വ്യക്തമായ ലക്ഷ്യങ്ങളുടെ പിൻബലങ്ങളില്ലാതെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഓരോ നിമിഷങ്ങൾ പിന്നിലേക്ക് പോകും തോറും അത് പല പല ലക്ഷ്യങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. അവൻ്റെ രക്തമുണങ്ങുന്നതിന് മുമ്പ് ആ കണക്ക് ഞാൻ തീർത്തു.
നമസ്കാരം സാർ. വൻതോതിലുള്ള ഈ കഞ്ചാവ് വേട്ടയെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? വളരെ നാളുകളായി കഞ്ചാവ് കൃഷി നടക്കുന്ന സൂചിക്കോട്ട എന്ന ഈ സ്ഥലം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിന്റെ പിന്നിലെ ശക്തികൾ ആരാണെന്നുള്ള സൂചന എന്തെങ്കിലും സാറിന് നൽകാൻ കഴിയുമോ? സാറേ ഞാൻ വന്ന് കണ്ടോളാം. എടോ ക്യാമറ കോപ്പൊക്കെ എടുത്ത് മാറ്റ്. വാടോ വാടോ പെട്ടെന്ന് വാ. ഇങ്ങോട്ട് വാടോ. വേഗം വന്ന് വെള്ളം ഒഴിക്കുക. എടോ അത് കത്തിത്തിരുന്നതിന് മുമ്പ് ചെല്ല്. ഇനി എങ്ങനെ വളരണം എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ബുദ്ധനോളമോ അതിനപ്പുറമോ എത്തിയ എനിക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ആരെയും കാണാനില്ലായിരുന്നു. നീണ്ട 16 വർഷം കൊണ്ട് ബുദ്ധൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ കാൽച്ചുവട്ടിൽ ഞാൻ ആക്കിയിരുന്നു. ഒരല്പം ഭാഗ്യവും ചങ്കൂറ്റും ഉണ്ടെങ്കിൽ ആർക്കും ചെന്നെത്താവുന്ന ഒരു വലിയ പർവ്വതം. അതിൻ്റെ ഉച്ചസ്ഥയിലായിരുന്നു ഞാൻ. ഏട്ടൻ ഇന്നലെ വന്നിരുന്നു. ഇനിയും നീട്ടിക്കൊണ്ട് പോകണമെന്ന് ചോദിച്ചു. അമ്മ ഇതാരുടെ കാര്യം പറയുന്നത്? വേറെ ആരുടെ കാര്യം ഞാൻ പറയാ, നിന്റെ ഗീതുവിൻ്റെയും തന്നെയാ. ഈ വരുന്ന ചിങ്ങത്തിൽ നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് ജോത്സ്യർ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ഒരാളായിരുന്നു ഹരിയേട്ടൻ. പക്ഷെ ഇന്ന് ഹരിയേട്ടനാണ് എനിക്കെല്ലാം. അത് ഹരിയേട്ടൻ്റെ കാശൊന്നും കണ്ടിട്ടല്ല. ഏത് നരകത്തിലേക്ക് വിളിച്ചാലും ഞാൻ വരാം. അവസാനം വരെ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി ഹരിയേട്ടൻ. ആ ഹരി, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ചിങ്ങത്തിലല്ലേ അമ്മ മുഹൂർത്തം പറഞ്ഞത്? ആ ആ ആരിത്? സച്ചി സാറോ? സാറെന്താ ഈ വഴിക്കൊക്കെ? പുതിയ കമ്മീഷണർ ചാർജ് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കാണണ്ടേ? ഞാൻ സേതുവിനോട് പറഞ്ഞു പുള്ളിക്കുള്ള അവിടെ എത്തിച്ചോളാം. അതല്ല, ആളൊരു മുരടനാന്നാ കേട്ടത്. ഒന്ന് നേരിട്ട് പോയി കാണുന്നത് നന്നായിരിക്കും. ഞാൻ സൗകര്യം പോലെ കണ്ടോളാം. അപ്പോൾ പിന്നെ ഞാൻ താൻ വല്ലതും കഴിച്ചോ? ഇല്ല, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. വൈഫും പിള്ളേരും കാത്തിരിക്കും. ശരി, ഓക്കെ. സച്ചി ഒരു മിനിറ്റ്. ഇത് കുട്ടികൾക്ക് കൊടുക്കണം. ഇന്നെന്താ ഭയങ്കര ഹാപ്പിയാണല്ലോ? അതങ്ങ് ഉറപ്പിച്ചു അല്ലേ? കമ്മീഷണർ ഇല്ലേ? സാറ് മീറ്റിങ്ങിലാണ്. മോളിൽ പോയി വെയിറ്റ് ചെയ്തോളൂ. ശരി. പാകിസ്ഥാനുമായുള്ള സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സൂചിക്കോട്ടയിൽ ഇന്ന് പുലർച്ചെ പോലീസും ആന്റി നർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ 250 ഏക്കറോളം വനഭൂമി കഞ്ചാവ് കൊള്ളക്കാർ കൈവശപ്പെടുത്തിയതായി കണ്ടെത്തി.
ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അബുബക്കർ, സേതുനാഥ്, നീരാളി എന്ന ജോസ്, ലാലു എന്ന ഹരിലാൽ തുടങ്ങിയവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കൂടെയുണ്ടായിരുന്ന മറ്റു 3 പേർ ഓടി രക്ഷപ്പെട്ടതായി പോലീസ് അറിയിച്ചു. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് മധ്യമേഖല DGP അറിയിച്ചു. ഇനി ഒരിടവേള. സച്ചി, സച്ചി, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്രൈബറി. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ ആവേശം കുറച്ചു കഴിഞ്ഞാലും വിട്ടുകളയരുത്. ഇവിടുത്തെ പ്രധാന ഡ്രഗ് ഡീലറാണ് വിഷ്ണുബുദ്ധൻ. രാഷ്ട്രീയത്തിലും പോലീസിലും അയാൾക്കുള്ള സ്വാധീനം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. To arrest him is not that much easy. We will get evidence, sir. എവിഡൻസ് കൊണ്ട് മാത്രം കാര്യമില്ല. അയാൾ അകത്തായാൽ മറ്റൊരു വിഷ്ണുബുദ്ധൻ ജനിച്ചിരിക്കും. സോ വൈപ്പ് ഔട്ട് all the links in this chain. നേരിട്ട് ബുദ്ധനെ അപ്രോച്ച് ചെയ്യേണ്ട. വി നീഡ് ആൻ അണ്ടർ കവർ ഓപ്പറേഷൻ. ബുദ്ധനായിരുന്നു എൻ്റെ ടാർഗറ്റ്. പക്ഷേ അയാളേക്കാൾ മുന്നിൽ ഓടിയെത്തി നിൻ്റെ പുറകെയായി പിന്നീട് എൻ്റെ ഓട്ടം. ഇനി നീ പുറത്തിറങ്ങാൻ കുറേ കാലം എടുക്കും. താൻ എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റിക്കൊന്നുമില്ലല്ലോ. ഏറിയാൽ 1-2 വർഷം. വർഷത്തിൻ്റെ കണക്കൊക്കെ കോടതി തീരുമാനിച്ചുള്ളൂ. പിന്നെ നീ അകത്ത് പോയി തിരിച്ചു വരാതിരിക്കാനുള്ള പണിയൊക്കെ ഞങ്ങൾ പോലീസുകാർക്കറിയാം. സച്ചി സാറിന് 2 പെൺമക്കളല്ലേ? ലാലു, അടുത്ത മാസം എൻ്റെ വിവാഹമാണ്. അതിൻ്റെ ഫസ്റ്റ് ഇൻവിറ്റേഷൻ കാർഡ് നിനക്ക് ഞാൻ ജയിലിലേക്ക് അയച്ചുതരാം. ലാലു, നമ്മളിപ്പോഴും ഫ്രണ്ട്സാണല്ലോ അല്ലേ? 1000 ശത്രുക്കൾക്ക് സമമായിട്ട് നിന്നെപ്പോലൊരു മിത്രം മതിയല്ലോ എനിക്ക്. കാണാം. ഞാൻ ചെയ്ത കൊലയ്ക്ക് തെളിവുണ്ടാക്കാൻ സച്ചിക്ക് കഴിഞ്ഞില്ല. പക്ഷേ മറ്റു പല കേസുകളുമായി കോടതി എന്നെ 5 വർഷത്തേക്ക് ശിക്ഷിച്ചു. ലാലു, നിന്റെ കഴിഞ്ഞു. പക്ഷേ ഞാൻ തിരിച്ചു വരും.
അളിയ ഞാനെന്നിറങ്ങും. അബു നീരാളിയും പറഞ്ഞ പോലെയല്ല, ഞാൻ അവനെ കാച്ചിരിക്കും. യൗവനം തീരും മുമ്പേ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരുന്നു എൻ്റെ മനസ്സ്. 2 വർഷം പിന്നിട്ടത് 2 യുഗം പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ഹരിയേട്ടൻ്റെ കാശൊന്നും കണ്ടിട്ടല്ല. ഏത് നരകത്തിലേക്ക് വിളിച്ചാലും ഞാൻ വരാം. അന്നും ഇന്നും എന്നും പെണ്ണിന് പണം തന്നെ കാമുകൻ. അച്ഛൻ്റെ അതേ മോള്. എന്നെ കാത്തിരിക്കാൻ ഒരു രാജ്യമോ രാജ്ഞിയോ ഇല്ല. അവയെല്ലാം കയ്യോ മെയ്യോ എത്താത്തത്ര ദൂരത്തേക്ക് പോയിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയ ഇനി അങ്ങനെ ചെയ്യൂ നീ? ആൺകുട്ടികൾ കരയണത് മോശമല്ലേ കണ്ണാ? മോൻ തിരിച്ചു വരണം. അമ്മയുണ്ട്. സാരയില്ലടാ കണ്ണാ, പോട്ടെ. അമ്മയില്ലല്ലോ നിനക്ക്. ഇനി അമ്മയുടെ മോൻ അങ്ങനെ ചെയ്യില്ലല്ലോ? ഇല്ല ചെയ്യില്ലല്ലോ. മോൻ വരണം, അമ്മ കാത്തിരിക്കും. കണ്ണു തുടയ്ക്ക ഹരി. പിന്നീടുള്ള 3 വർഷം എനിക്ക് 3 നിമിഷം പോലെയാണ് തോന്നിയത്. ഇന്ന് വരുമെന്ന് അവർക്കറിയില്ലേ? വീട്ടുകാർക്കറിയില്ല, പക്ഷേ കൂട്ടുകാർക്കറിയായിരുന്നു. ജോലി തിരക്കാണോ അതോ ഇനി മറന്നതാണോ, ആരെയും ഇന്ന് ഞാനവിടെ കണ്ടില്ല. ഇത് പണിയാ, നീ ഓടിക്കോ. എനിക്ക് വീട്ടിലെത്തണം. ഞാൻ എന്തായാലും എത്തും. ലാലു, ഇതെനിക്ക് കിട്ടിയ ആദ്യത്തെ കൊട്ടേഷൻ. സിജു,